നമ്മൾ നേരത്തെ മെഷീൻ എടുത്തിട്ട് പോയവർക്കും എടുക്കാനുള്ള ആലോചനയുള്ളവർക്കുമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഞങ്ങളിപ്പോൾ പറയാൻ പോണത്. എടുക്കുമ്പോൾ നിറയെ പേര് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഇടുന്ന മെഷീനാണെന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് സെയിൽസ് ആവുമോ എന്നുള്ള ഡൗട്ടുള്ളവർക്കായിട്ട് ഞങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിലേക്കെന്ന് ഗീതയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 5 രൂപ വെച്ച് നമ്മൾ ചപ്പാത്തി കൊടുക്കണമെങ്കിൽ അതിനുള്ള സെയിൽസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ലൊക്കേഷനിൽ വണ്ടി ആകട്ടെ ആൾക്കാരിൻ്റെ നടക്കുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവരെയും നോക്കുമ്പോൾ ഇവിടെ ഒരു 1000ൻ്റെ മേലെ ആൾക്കാർ നടമാടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വണ്ടിയിലാകട്ടെ കാറിലാകട്ടെ എല്ലാവരുടെയും. പക്ഷേ നമ്മുടെ 5 രൂപേൻ്റെ ചപ്പാത്തി പറഞ്ഞിട്ട് നമുക്ക് ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എന്തിനോ നിന്നാലും നമ്മുടെ കടയ്ക്ക് കയറണം എന്നുള്ളത് മാത്രമേ അവൻ്റെ എണ്ണം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ ലൊക്കേഷൻ ഇട്ടാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങൾ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അധികം ലാഭം കിട്ടുകയും ചെയ്യാം, അതിനുള്ള വായ്പുള്ളൂ. പക്ഷേ നമ്മൾ ആളുകളുടെ നടമാട്ടം ഇല്ലാണ്ട് ചെറുതായിട്ട് ഒരു ഷോപ്പാണ്, ഇതും പറയാൻ പോയ ചെറിയ ഷോപ്പാണ്. പക്ഷെ അവർ ഇട്ടിരിക്കുന്ന സ്ഥലം സൂപ്പറായ ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ എത്ര വണ്ടി നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴേ ഞങ്ങളുടെ വണ്ടി സൗണ്ടുകൾ നിറയെ കേൾക്കാറുണ്ട്. എന്നിട്ട് അത്ര ആൾക്കാർ അത് ഭയങ്കര പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം മാത്രം ഇവർ വെക്കുന്ന ഷോപ്പ് ചെറുത്, പക്ഷെ ഇവരുടെ ബിസിനസ് വലുതായി പോകാൻ കാരണം ആള് നടമാട്ടമുള്ള കാരണം. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മെഷീൻ വാങ്ങിയിട്ട് പോയി 5 രൂപയ്ക്ക് ചപ്പാത്തി കട നടത്തുന്ന ആളാണ് ശ്രീമതി ദുർഗാദേവി. പ്രായോഗികമായി ഈ 5 രൂപ ചപ്പാത്തി ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിന്റെ ലാഭക്കണക്കുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഇവർ കടയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിനടുത്ത് വരുന്ന വീഡിയോകളിൽ ഈ ബിസിനസ് എവിടെ ചെയ്യാം, എങ്ങനെ ചെയ്താൽ നഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്താൽ ലാഭകരമായി നടത്താൻ പറ്റും, ഈ ബിസിനസ്സിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഇതിലുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് പോകൂ. അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വേണമെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. ഇത് സാലറി രച്ചിപ്പ് ചെയ്യുന്നത് കടന്ന മത്സരമാണെന്നിരിക്കൊണ്ട് ഇന്ന് ഈ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇവർക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ട ഗോതമ്പ് മാവ് ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ഓയിൽ അതുപോലെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെള്ളം 20 ലിറ്ററിന്റെ ക്യാൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇവർ മാത്രമാണ് ഇത് പൂർണ്ണമായും നടത്തുന്നത്. വേറെ ഹെൽപ്പർമാർ പോലും കൂടെയില്ല. ചപ്പാത്തി ചുട്ടരിക്കറ്റ് വേണ്ട സാധാരണ മാവ് ഗ്യാസ് ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ അതുപോലെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെള്ളോതവണയും 200 ചപ്പാത്തി ക്യാൻ വെള്ളമാണ് ഊറ്റി വെക്കുന്നു. ചപ്പാത്തി തിരഞ്ഞിട്ടൊന്നുമില്ല, അവിടെ എന്ത് ബാച്ച് റെഡിയാക്കൂ. തിരഞ്ഞെടുത്തോളം ജാസ്തും ബാത്റൂം വേണ്ടി പോയി ചപ്പാത്തും കയ്യിലേക്കാണ് വേറെ ഇയാൾ അങ്ങോട്ട് കൊന്നേതാ വളരെ വർഷം 15 ഒന്ന് പ്രസ് ചെയ്താൽ പറ്റുള്ളൂ. ഇവർക്ക് ഒതയിൽ നോക്കി അതിനുശേഷം ബാക്കി വരുന്ന ആ ചപ്പാത്തി നമുക്ക് ആർക്കും വിൽക്കാൻ കഴിയില്ല. അത് അടുത്ത ദിവസത്തേക്ക് ബാക്കിയാകും. ബാക്കിയായാലും അത് നമുക്ക് നഷ്ടമാണ്. ഇവിടെ കടയുമായും ഈ 2 ഫേരും കുറുമ കിട്ടാറുണ്ട്. ഇതൊരു പുതിയ കടയായതുകൊണ്ട് ഒരു പരിധി വരെ സ്ഥിരം കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കടയിൽ ചപ്പാത്തിയുടെ വില 5 രൂപയാണ്, കുറുമയുടെ വില 20 രൂപയാണ്. വരുമാനവും തൃപ്തികരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരിക്കും. എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ സെയിൽസ് ചെയ്ത ചപ്പാത്തി മെഷീനിൽ ഇപ്പം ഞങ്ങൾ നിറയെ ഓഫീസിൽ ചുടാറുണ്ട്, നിങ്ങൾക്ക് വന്നാൽ താമസിക്കട്ടെ. എന്നാലും ഒരു കടയിൽ വന്നിരുന്നിട്ട് ഞാൻ കഴിക്കുന്നത് ഭയങ്കര ഹാപ്പി സന്തോഷമായിട്ടുണ്ട്. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഒന്നാമത് ഈ ചപ്പാത്തിക്ക് ചേർന്ന ഒരു കുറുമ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ചപ്പാത്തി 500 വേണം, അവിടെ 600 100 ചേർത്തിയും പോകും. സമയമായിട്ട് ഇത് എൻ്റെ കമ്പനി ആയിട്ടുള്ളത് ഞാൻ പറയില്ല, രവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയത്തിൻ്റെ ചേച്ചി എല്ലാവരും വാങ്ങിയിട്ട് പോകേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അവർക്ക് മെഷീനിലെടുത്തിൽ ഏതൊരു സങ്കടവും ഇല്ല, അത്ര തൃപ്തിയായിട്ട് അവർ ചെറുപ്പ് കണ്ടാലേ അറിയാം അവർ എത്ര ഒരു ഹാപ്പി ആയിരിക്കും.